ശ്രീത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വളരെ വാശിയേറിയ പോരാട്ടം, ആവേശകരമായ പോരാട്ടമായിരുന്നു. പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ പോലും കാണാത്ത തരത്തിലുള്ള ആവേശമാണ് ഈ ബൈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അപ്പോൾ പാലക്കാട് LDF, UDF, BJP അങ്ങനെ 3 മുന്നണികൾ. അതിൽ ശക്തമായ മത്സരം UDFും BJPയും തമ്മിലായിരുന്നു. LDF 3-ാം സ്ഥാനത്താണോ 2-ാം സ്ഥാനത്താണോ അതോ ഇനി വിജയിക്കുമോ എന്നുള്ളതൊക്കെ 23-ാം തീയതി നമുക്ക് കാണാം. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. എന്തായാലും ആരാണ് അവിടെ ഈ പോളിംഗ് ഒക്കെ കഴിഞ്ഞു, പോളിംഗ് ശതമാനം കുറവാണ്. അപ്പോൾ ആർക്കാണ് അവിടെ വിജയസാധ്യത? എന്തായാലും അവസാനം വരുന്ന കണക്കനുസരിച്ച് നേമത്ത് പൂട്ടിയ BJPയുടെ അക്കൗണ്ട് എന്തായാലും പാലക്കാട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു വലിയ ഒരു മുൻതൂക്കമുണ്ടായിരുന്നത്. പക്ഷെ അത് അവസാന ഘട്ടത്തിൽ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം നഗരസഭ എല്ലാ ഘട്ടത്തിലും തുടർച്ചയായി തന്നെ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും BJPയോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. പിന്നീട് പുറത്ത് ഗ്രാമീണ മേഖല, പഞ്ചായത്ത് മേഖലയിലേക്ക് വരുമ്പോൾ പിരായി പഞ്ചായത്തിലാണ് UDFന് വളരെയധികം സ്വാധീനമുള്ളത്. മെട്രോമാൻ മത്സരിക്കുന്ന സമയത്തും പാലക്കാട് നഗരസഭയിൽ 6000-ലധികം വോട്ടിൻ്റെ ലീഡ് ശ്രീധരനുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി തന്നെ കവർ ചെയ്യാൻ UDFന് സാധിച്ചത് ഈ ഒറ്റ പഞ്ചായത്ത് കൊണ്ടാണ്. ഈ പഞ്ചായത്തിലൂടെ കവർ ചെയ്യുകയും അതോടൊപ്പം തന്നെ മാത്തൂരും കണ്ണാടിയിലും ചെറിയ രീതിയിലുള്ള 1000-2000 വോട്ടിൻ്റെ ലീഡിലൂടെയാണ് അന്ന് ഷാഫി പറമ്പിൽ വിജയിച്ച് കയറാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ വലിയ രീതിയിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നത്. മുൻപ് 2021-ൽ 77% പോളിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വെറും 70% മാത്രമാണ്. കണ്ണാടിയിലും മാത്തൂരിലും സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് BJPയുടെ ശക്തി കേന്ദ്രമായ നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വോട്ടിംഗ് ഉണ്ടായി. ഈ അവസാന ഘട്ടത്തിൽ പോലും 7 മണി വരെയെല്ലാം വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ഞാൻ മുൻപെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ CPMും BJPയും കേഡർ പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് വലിയ തോതിൽ ഈ പ്രവർത്തകരെ ഈ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യാനുള്ള സംഘടനാ സംവിധാനമുണ്ട്. മറിച്ച് UDF അങ്ങനെയല്ല. UDF എപ്പോഴും ഒരു തരംഗത്തിൻ്റെ ഭാഗമായി വിജയിച്ചു കയറുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ എന്തായാലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ അവർക്ക് സംഘടനാപരമായി സ്വാധീനമുണ്ട്. അവർ 2 പഞ്ചായത്ത് അവരാണ് ഭരിക്കുന്നത്. പക്ഷെ ആ പഞ്ചായത്തിലെല്ലാം ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് വലിയ തിരിച്ചടിയായിരിക്കും രാഹുലിന് ഉണ്ടാക്കുന്നത്. കാരണം രാഹുലിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റമൊന്നും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. UDF ക്യാമ്പ് തന്നെ ആദ്യം അവകാശപ്പെട്ടിരുന്നത്, തുടക്കത്തിൽ പറഞ്ഞിരുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്ന 18,000 വോട്ട് പാലക്കാട് നിന്നും UDFന് ലഭിക്കുമെന്നാണ് ഭൂരിപക്ഷം. അതെ. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യഭാഗ ഘട്ടം എത്തിയപ്പോൾ അവർ പറഞ്ഞത് 10,000 വോട്ടെന്നാണ്. ഇപ്പോൾ അവസാനം പറയുന്നത് 5,000 വോട്ടിൽ എത്തിയിട്ടുണ്ട്. 5,000 വോട്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ടൈറ്റ് മത്സരത്തിൽ ഷാഫി പറമ്പിൽ നേടിയതാണ്. അപ്പോഴേക്കും ഇവർ മറ്റൊരു കാര്യം പറയുകയാണ്, C കൃഷ്ണകുമാറിന് മെട്രോമാന് ലഭിച്ച വോട്ട് ലഭിക്കില്ലെന്ന്. പക്ഷെ അവസാന ഘട്ടത്തിലെ ഈ കണക്കനുസരിച്ച് ഷാഫിയും മെട്രോമാനും തമ്മിലുണ്ടായിരുന്ന വോട്ട് വ്യത്യാസം 3,000-4,000 അടുപ്പിച്ചായിരുന്നു. ആ കണക്കാണ് ഇപ്പോഴും അവർ പറയുന്നത്. എന്നാൽ 2021-ൽ എന്താണോ നടന്നത് അതിന് സമാനമായ രീതിയിൽ വളരെ ടൈറ്റ് മത്സരം കൃഷ്ണകുമാറുമായി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ വിജയിക്കുമെന്നാണ്. പക്ഷെ വിജയിക്കുമെന്ന് പറയുമ്പോഴും ഷാഫിക്ക് കിട്ടിയ ഈ പഞ്ചായത്തുകളുണ്ടല്ലോ, അവിടെ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിൽ തന്നെ ഈ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആരെ ഗുണം ചെയ്യുമെന്ന് ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഈ കൃഷ്ണകുമാറിനും K സുരേന്ദ്രനും നൽകുന്ന അവസാന ഘട്ടത്തിലെ ആത്മവിശ്വാസം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കൃത്യം 6 മണിയോടെ തന്നെ ആദ്യമായി തങ്ങളുടെ വിജയാവകാശപ്പെട്ട് രംഗത്തെത്തിയത് K സുരേന്ദ്രനാണ്. തൃശ്ശൂരിന് പിന്നാലെ പാലക്കാടും BJP ജയിക്കുമെന്ന് ആദ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് K സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ, BJPയുടെയും കണക്കുകൾ ഇത്തരത്തിലാണ്: നഗരസഭ പിടിച്ചെടുക്കുക, പിരായിൽ 2-ാം സ്ഥാനം നേടുക, മാത്തൂരും അതോടൊപ്പം തന്നെ കണ്ണാടിയിലും മുന്നേറ്റം ഉണ്ടാക്കുക. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായാൽ വരുന്ന ഈ 23-ാം തീയതി നിയമസഭയ്ക്കുള്ളിൽ C കൃഷ്ണകുമാറിന് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അതിനുള്ള പല സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം അവസാന ഘട്ടത്തിൽ തുടച്ചു നീക്കാൻ സന്ദീപ് വാര്യരുടെ ചില ഈ കൂടുമാറ്റവും എല്ലാം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ നിലപാടുകളെ പൂർണ്ണമായി തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ്
ഈ മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും അദ്ദേഹം കാണിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പെന്ന് അറിയില്ല. ഭരണഘടനയുടെ ആമുഖവുമായി ഈ മുത്തുക്കോയ തങ്ങളെ കാണാനായി കോഴിക്കോടേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തെത്തി തങ്ങളെ കാണുന്നു. ഇത്തരത്തിൽ വലിയ ഗിമ്മിക്കുകൾ കാണിച്ചത് എന്തായാലും രാഹുലിന് തിരിച്ചടിയായി. രാഹുലെ ഗിമ്മിക്കുകൾ കാണിച്ചാണ് കയറി വന്നത്. ഈ ചില അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെല്ലാം അദ്ദേഹം ഈ വ്യാജ കാർഡെല്ലാം ഉണ്ടാക്കി അദ്ദേഹമേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടു. അതിനുശേഷം വടകരയിൽ ഷാഫി പറമ്പിന് സീറ്റ് കൊടുത്തതിന് പിന്നാലെ ആ സമയം തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് ലഭിച്ചിരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്ന്. അതിനാൽ തന്നെ മറ്റേ വെള്ളിമൂങ്ങയിലെ പോലെ ഷാഫി വിചാരിച്ചില്ലെങ്കിലും ഷാഫിക്ക് വിചാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും വിജയിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം വലിയ പ്രചരണമായിരുന്നു. അങ്ങനെ ഷാഫിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ പറഞ്ഞു. എന്തായാലും വലിയ രീതിയിൽ പ്രചരണം വടകരയിൽ ഷാഫിയോടൊപ്പം നിന്ന് പ്രചരണം നടത്തി ഷാഫി വിജയിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ ജില്ലാ കമ്മിറ്റി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിരുന്നു. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ ഗിമ്മിക്കുകളിലൂടെ ഒരു ഷാഫിയുടെ അനിയനെ പോലെ നിന്ന് അദ്ദേഹം അവിടെ സീറ്റ് ഒപ്പിച്ചെടുത്തു. അതിനിടയിലാണ് അദ്ദേഹം അവിടെ എത്തുന്നു, ഒരു സിനിമാ നടനെ പോലെ എത്തുന്നു. അന്ന് ഫേസ്ബുക്കുകളിലെല്ലാം അതെല്ലാം വലിയ ഒരു സിനിമാ നടന്റെ ഫീലിംഗ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് മറ്റൊരു നടൻ രംഗപ്രവേശനം നടത്തിയപ്പോൾ പഴയ നടന്റെ ട്രെൻഡ് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേലക്കരയിലും ശക്തമായ ത്രികോണ മത്സരം. എന്തായാലും 23-ാം തീയതി BJP വിജയിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വലിയ വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് മുനമ്പവും വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ പൂർണ്ണമായി തന്നെ ഷാഫി പറമ്പിലേക്ക് പോയ വോട്ടുകളായിരുന്നു. അതാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു പ്രശ്നം വരുന്നു. പിന്നെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന രീതിയിൽ പല ഇടവകകൾ കേന്ദ്രീകരിച്ചും പ്രസ്താവനകളുണ്ടായി. അത് BJPക്ക് ഒരു ഗുണമായി അവസാന ഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ ആ വിഷയം ഉയർന്നു വന്നത്. അത് കൃത്യമായി തന്നെ മുതലാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ലോട്ടറി അടിച്ചത് ഈ സന്ദീപ് വാര്യർ പോയതിന് പിന്നാലെ ചില മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിൽ LDF വാർത്ത കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ. അതെന്തായാലും അവസാനഘട്ട വിലയിരുത്തൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തരം ഈ സുപ്രഭാതത്തിൽ ഉൾപ്പെടെ വാർത്തകൾ കൊണ്ട് സ്പ്ലിറ്റായി. LDF തന്ത്രം എന്തായാലും ആ വോട്ടുകൾ സനിലേക്ക് വരാനായിരുന്നു. അങ്ങനെ ഒരു സ്പ്ലിറ്റ് നടന്നപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഗുണകരമായിരിക്കുന്നത് BJPക്കാണ്. കാരണം മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായപ്പോൾ ഗുണം ലഭിച്ചിരിക്കുന്നത് BJPക്ക്. കാരണം മുൻപ് മെട്രോമേൽ നിന്നപ്പോൾ അത് പൂർണ്ണമായി തന്നെ ഒരു മേഖലയിലേക്ക് ഷാഫിക്ക് അനുകൂലമായി പോയ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. അത് കൃഷ്ണകുമാറിന് വലിയ ഉപകാരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ അവിടുത്തെ ലോക്കൽ ബോയിയാണ്. അദ്ദേഹം എല്ലാവരെയും പേരെടുത്ത് വിളിക്കുന്ന പരിചയമുള്ള വ്യക്തിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ സ്വദേശിയാണ്. അദ്ദേഹം അവിടെ വന്ന് മത്സരിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ സരിൻ തിരുവല്ലാമല സ്വദേശിയാണ്. തൃശ്ശൂരിലെ ഇപ്പോൾ ആലത്തൂരിൻ്റെ ഭാഗമായുള്ള ചേലക്കരയുടെ ഭാഗമായുള്ള ഒരു പഞ്ചായത്തിൽ ജനിച്ചതാണ്. അദ്ദേഹം പിന്നീടാണ് അവിടെ വോട്ടറായി മാറിയിരിക്കുന്നത്. എന്തായാലും സരിനേക്കാളും രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും അവിടെ ജനങ്ങൾക്കറിയാവുന്നത് സി കൃഷ്ണകുമാറിനാണ്. അതെ, പരിഗണനയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം 2000 മുതൽ തന്നെ അവിടുത്തെ കൗൺസിലറാണ്. പാലക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അദ്ദേഹം 2000 മുതൽ കൗൺസിലറാണ്. അപ്പോൾ അത്രയും ആത്മബന്ധമുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മണ്ഡലം പാലക്കാടാണെങ്കിൽ അദ്ദേഹം 2 തവണ മത്സരിക്കാൻ പോയത് മലമ്പുഴയിലാണ്. മലമ്പുഴയിലും അദ്ദേഹം പോയിട്ട് 2ാം സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഈ യുവാക്കളുടെ ഇടയിലെല്ലാം വലിയ സ്വീകാര്യതയുണ്ട്. കാരണം യുവമോർച്ച അവിടെ BJPയുടെ യുവാക്കളുടെ സംഘടനകളാണ് യുവമോർച്ചയിലെല്ലാം അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. സന്ദീപ് വാര്യർ കൂറുമാറിയതിന് പിന്നാലെ യുവമോർച്ചയും RSS പ്രവർത്തകരും വലിയ രീതിയിൽ രംഗത്തിറങ്ങി തങ്ങളുടെ വോട്ടുകൾ, അവസാന വോട്ടും പെട്ടിയിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും അവസാന ഘട്ടത്തിൽ UDF കേന്ദ്രങ്ങളിൽ കാണുന്നില്ല. CPMന്റെ വിലയിരുത്തലുണ്ടായി. അവർ എന്തായാലും 2ാം സ്ഥാനമാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ. അതുകൊണ്ട് അവരെന്തായാലും വലിയ
ഞങ്ങൾ ജയിച്ചു കളയുമെന്ന് ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെങ്കിലും അവരുടെ വിലയിരുത്തൽ 2ാം സ്ഥാനമാണ്. മികച്ച പ്രകടനം, തങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം ഇവർ BJP വിജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായി തന്നെ മാറ്റുവാൻ ഈ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് CPM വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.